ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലാണ് ഈ സ്ഥലം. ഹിഡൻ സ്പോട്ടൊന്നുമല്ല, വളരെ പ്രസിദ്ധമാണ് ഇവിടം. വൺ ഡേ ട്രിപ്പിന് നല്ലൊരു സ്ഥലം. ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഇത്. ഇവിടെ നല്ല തിരക്കാണ്. പ്രകൃതിയുടെ മടിത്തട്ടിലെ പച്ചപ്പിന്റെ മനോഹരമായ ഒരു ലോകമാണ് ഇത്. ഒത്തിരി ആളുകൾ ഈ കാഴ്ച കാണുവാൻ ഇവിടെ എത്തുന്നുണ്ട്. നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. എന്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത് ആര് കണ്ടുപിടിച്ചു കേട്ടോ ഈ സമയത്ത്? നമ്മളിപ്പോ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കോടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മളിപ്പോ കായലിന്റെ നടുക്കാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. നമ്മൾ കായലിക്കൂടെയാണ് നടക്കുന്നത്. എന്തൊക്കെ വന്ന് തട്ടുന്നൊക്കെ ഉണ്ട്. ദൈവം വല്ല പാമ്പുവാണോ? എന്നിടയിൽ സൂപ്പർ സ്ഥലമാണ് കേട്ടോ. അപ്പൊ 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിന് ഇങ്ങോട്ട് വരാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനാണ് 150 രൂപ. ഇപ്പൊ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട്. നമുക്കെല്ലാം ഒന്ന് ചുറ്റി കിടന്ന് കാണാം. വലിയ താഴ്ചയൊന്നുമില്ല, മുട്ടൊപ്പം താഴ്ച കിട്ടും. പക്ഷെ എന്നാലും പാടാണ്. നമ്മൾ പോകുമ്പോൾ വള്ളിയോ ഏതാണ്ടൊക്കെ കയറി കല്ലിപ്പേര് പിടിക്കുന്നുണ്ട്. എന്നാലും സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഞാൻ ഉച്ചയ്ക്കാണ് വന്നത്. അപ്പൊ ഇവിടെ നല്ല തിരക്കുകളാണ്. പിന്നെ ഇവിടെ കടകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാഴ്ചകളും എല്ലാം ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്. ഇവിടെ 1982 മണ്ണ് വീണു നികന്നു. ഇപ്പൊ ഒരു 6 കൊല്ലം കൊണ്ട് ഇതിപ്പോ ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നു. നമ്മുടെ ഈ അരക്കപ്പം മുകളിലേക്ക് ലെവലിൽ വെള്ളം കയറും കേട്ടോ. അവിടെ ഇനിയിപ്പോ ഇച്ചിരി കയറും. വേലിയേറ്റവും വേലിയിറക്കമുണ്ട്. ഇപ്പൊ വേലിയേറ്റമാണ്. വേലിയേറ്റത്തിന് ഇച്ചിരി വെള്ളം വരും. വേലിയിറക്കത്തിന് ഇവിടെയൊക്കെ വെള്ളം പറ്റിയിരിക്കും. ഈ വള്ളം പോലും കയറാൻ ഞങ്ങൾ തോടിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് തന്നെ ഇപ്പൊ ഇത്രയും സ്ഥലത്ത് വേലിയിറക്കം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം ഇവിടം വരെ ഇറക്കും. ഇങ്ങോട്ടൊന്നും വെള്ളം വരാതെ ഒക്കത്തില്ല. ഞങ്ങൾക്ക് 4 വള്ളം അകത്ത് കയറാവും. പിന്നെ വെള്ളമൊന്നും കയറത്തില്ല. ഈ 4 വള്ളത്തിൽ ആളിനെ കയറ്റി പുറത്തിറക്കിയ ശേഷം അടുത്ത വള്ളം കയറാക്കും. ഒന്നുമില്ല. മീനുണ്ട്. മീനേ ഉള്ളു. വേറൊന്നുമില്ല. വേറൊരു കുഴപ്പമില്ല. മീനേ ഉള്ളു ഇവിടെ. ഇത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലിന്റെ സെന്ററാണിത്. അഷ്ടമുടി കായലിന്റെ സെന്ററിൽ ഇങ്ങനെ ഐലൻഡ് കണ്ടുപിടിച്ചു. എന്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇത് ആര് കണ്ടുപിടിച്ചു കേട്ടോ ഈ സമുദ്രം? മത്സ്യപിടുത്തക്കാരായ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചത്. കാരണം ഇതൊരു എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചത്. സാമ്പ്രാണിക്കോടി എന്ന് ഈ സ്ഥലത്തിൽ വരണോ? ആ സ്ഥലത്തിന്റെ പേര് സാമ്പ്രാണിക്കോടി. ഇത് ചെക്കോര ഐലൻഡ് എന്ന് ഞങ്ങൾ ഇട്ടിരിക്കുകയാണ്. ചെക്കോര ഐലൻഡ് ഇട്ടിരിക്കുകയാണ്. ഒത്തിരി ആളുകൾ വന്നില്ലേ? ആളുകൾ ശരിക്കും വരുന്നുണ്ട്. ഇവിടെ എത്താനുള്ള വഴി കൂടി പറയാം. കൊല്ലം നഗരത്തിൽ നിന്നും ഇവിടേക്ക് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് സാമ്പ്രാണിക്കോടി എന്ന് ഗൂഗിൾ മാപ്പ് വെച്ച് വരുന്നതായിരിക്കും ഉചിതം. ഇവിടെ എത്തിയാൽ ആദ്യം തന്നെ DTPCയുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 150 രൂപയുടെ ടിക്കറ്റ് എടുക്കുക. ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ഈ കായലിന്റെ നടുവിലേക്ക് സ്പീഡ് ബോട്ടിനും സാധാ ബോട്ടിനും പോയി തിരിച്ചു വരാൻ സാധിക്കും. മറ്റു ചാർജുകൾ ഒന്നുമില്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പം നിൽക്കുന്ന കായലിലാണ്. കായൽ നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. അപ്പൊ അതിന് ഇങ്ങോട്ട് വരിക. നമ്മുടെ അഷ്ടമുടി കായലിലെ സാമ്പ്രാണിക്കോടി എന്ന് പറയുന്ന സ്ഥലം കൊല്ലത്തുനിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇപ്പൊ തീർച്ചയായിട്ടും വരിക. അടിപൊളി സ്ഥലമാണ്.